നമസ്കാരം. എൻ്റെ പേര് നാരായണൻ നമ്പൂതിരി, പനയൂർമന. കുട്ടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുതിയടത്ത് ശിവക്ഷേത്രത്തിൻ്റെ ഊരായ്മ കുടുംബത്തിൽപ്പെട്ട അംഗമാണ്. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ള വള്ളുവനാട്ടിലെ സുപ്രസിദ്ധ ശിവക്ഷേത്രമാണ് പുതിയടത്ത് ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കൊട്ടിയൂരിൽ തന്നെ ചാക്യാർ കുടുംബമായ മാണി കുടുംബത്തിലെ ചാക്യാർമാരാണ് പണ്ട് മുതൽ ഈ ക്ഷേത്രത്തിലെ മത്തവിലാസം കൂത്തു നടത്തിയിരുന്നത്. പണ്ട് തേവരസേവ എന്നുള്ള രൂപത്തിലാണ് നടത്തിയിരുന്നത്. കന്നിമാസം 1-ാം തീയതി തുടങ്ങി 3 ദിവസത്തോട് കൂടിയിട്ട് ആണ് പണ്ട് നടത്തിയിരുന്നത്. പിന്നീട് അത് ഇടക്കാലത്ത് നിന്നുപോയി. അതിനുശേഷം ഒരു 10-30 വർഷത്തോളമായി ഇത് സ്ഥിരമായി നടന്നു പോകുന്നുണ്ട്. കന്നിമാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി കഴിയുന്ന രൂപത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മത്തവിലാസം കൂത്തു മഹോത്സവം ഇവിടെ നടത്തി വരാറുണ്ട്. അതിൻ്റെ ചാക്യാർ സ്ഥാനം വഹിക്കുന്ന മാണി കുടുംബത്തിലെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെയും അനുഗ്രഹങ്ങളോടും ഈ ഇവിടെ കുടികൊള്ളുന്ന ദേവൻ്റെയും അനുഗ്രഹത്തോടുകൂടി പൊതിയിൽ നാരായണ ചാക്യാരാണ് ആ കർമ്മം ഇപ്പോൾ ഇവിടെ നടത്തി വരുന്നത്. ഏകദേശം 30 വർഷത്തിലധികമായി അദ്ദേഹവും അദ്ദേഹത്തിനോട് സഹായികളായിട്ടുള്ള മഹൽ വ്യക്തികളുമാണ് ആ കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ആ ദിവസങ്ങളിൽ പുറപ്പാട് ദിവസവും അതുപോലെ തന്നെ കബാലി നടക്കുന്ന ദിവസങ്ങളും ചാക്യാർ തൊഴുന്ന ദേവന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്ന് അവനവൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും വിശിഷ്യ സന്താന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന വളരെയധികം ഫലപ്രദമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വഴിപാട് തുടങ്ങിയതോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും പ്രശസ്തിയും ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളം ഒരു 10-12 കൂത്തുകൾ ഓരോ കൊല്ലവും നടത്താനുള്ള അത്രയധികം ബുക്കിംഗ് അവരുടെ ആ ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് അവർക്ക് ഫലസിദ്ധി കിട്ടിയതിന് ശേഷം നടത്തുന്ന വഴിപാടായതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ താല്പര്യവും ഭക്തിയും കൂടിക്കൂടി വരുന്നുണ്ട്. കൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തന്നെ വെള്ളിക്കുടം സമർപ്പണം നടന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉന്നമനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് പനയൂർ ഇല്ലക്കാരും അതുപോലെ തന്നെ എന്തിനും
ആ പ്രാർത്ഥനയുടെ ഫലം കൂടിയും കിട്ടുന്നത്. അപ്പോൾ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ നടക്കിൽ നിന്ന് ചാക്യാരുടെ കൂടെ നിന്നിട്ട് ആ മേൽശാന്തി ആ ബിംബം തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചെയിനിന്റെ കണ്ണിയുടെ രൂപത്തിലാണ് ആ പ്രാർത്ഥന ആ നിറവേറ്റി പോരുന്നത്. ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയും ആ അരങ്ങത്ത് കഴിക്കുന്ന ചാക്യാരും അദ്ദേഹത്തിന് സഹായികളായിട്ടുള്ള നമ്പ്യാര്, നങ്ങിയാര്, അതേപോലെ ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള ആള്, അതേപോലെ ഊരാളന്മാര്, നിരവധി ഭക്തജനങ്ങള്, അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളും എല്ലാവരും കൂടിയിട്ട് ഏക മനസ്സോട് കൂടിയിട്ട് ആ ഒരു ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു ഫലസിദ്ധി ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഇത്രയും കാലത്തെ ഒരു നമ്മളുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. മീനമാസത്തിലെ പ്രതിഷ്ഠാ ദിവസം ആയിട്ട് നടന്നു പോകുന്നുണ്ട്. കർക്കിടക മാസത്തില് 41 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഗണപതി ഹോമം, ഭഗവത് സേവ ഇത്യാദി കാര്യങ്ങളായിട്ടും വളരെയധികം ഭംഗിയായിട്ടുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചയും മാസത്തിലെ ഒരു ഞായറാഴ്ച മാതൃസമിതിയുടെ